അങ്ങനെ അറിയാമല്ലോ ശാന്തിപിള്ള ദിനേശ് എന്നെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യും. നമ്മുടെ നല്ല സുഹൃത്താണ്, കണ്ടിട്ട് കുറേ കാലമായി. എന്നെ വീട്ടിൽ കയറ്റില്ല. എന്നെ വീട്ടിൽ കയറ്റാത്തതിന് ഒരുപാട് കാരണം പുള്ളി പറയുന്നുണ്ട്. ഞാനൊരു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അമ്മ താ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഭാഗ്യമുള്ള, പ്രശസ്തനായിട്ടുള്ള, പ്രശസ്തിയുള്ള, സമ്പത്ത് വന്നു ചേരുന്ന, അപ്രതീക്ഷിതമായിട്ട് ധനയോഗമുള്ള, ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരുമെങ്കിൽ പോലും വളരെ ഗുണകരമായിട്ടുള്ള, വളരെ ആത്മീയ ചിന്തയുള്ള, ആത്മീയമായ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ് ചതയം. നമസ്കാരം സ്വാമി. പ്രേതബാധകളെക്കുറിച്ചിട്ടുള്ള എപ്പിസോഡ് ഞാൻ കാണൂല. ഒരമ്മയാണ്, മൂന്നാറിലുള്ള ഒരു അമ്മയാണ്. മകൻ വക്കീലാണ്. ഞാൻ കാന്തല്ലൂർ ചെല്ലുമ്പോഴൊക്കെ ഈ അമ്മയും മകനും കൂടെ അവിടെ വരും. നല്ല അമ്മയാണ്. ഇത്തിരി തടിയൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കട്ട് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ അമ്മ ഭയങ്കര അത്ഭുതമാണ് എനിക്ക്. കാരണം അമ്മയുടെ വീട്ടിലൊരു തത്തയുണ്ട്. ഈ തത്ത ഇവരാദ്യം താമസിച്ചിരുന്ന വീട്ടിൽ ഒരു പ്രേതബാധയുണ്ട്. അത് രാത്രി അവർ സഞ്ചരിക്കുന്ന കാണുകയൊക്കെ ചെയ്യും. ഞാനതിൻ്റെ സംഭവങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു മുറിയിൽ ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ശാന്തമായി ഈ തത്തയുടെ കിളിയെ ഈ തത്തയ്ക്ക് അറിയാം, ഈ രൂപത്തിനെ കാണുമ്പോൾ തത്ത വിളിക്കും. ഭയന്ന് കൂട്ടിൽ കിടന്നിങ്ങനെ അസ്വസ്ഥമാകും. ഇല്ലെങ്കിൽ കൂട് തുറന്നെടുത്തിനെ വെളിയെറിയും. എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. ഭയങ്കരമായിട്ട് സംസാരിക്കും, എല്ലാ കാര്യം ചോദിക്കും. എന്നെ സ്വാമി എന്ന് വിളിച്ചാൽ സ്വാമി എന്ന് പറയും. എൻ്റെ വീഡിയോ വെച്ചു കൊടുത്താൽ കേട്ടോ എന്ന് ചോദിച്ചാൽ കേട്ടു സ്വാമി എന്ന് വിളിക്കും. അങ്ങനെ ഒരു തത്ത. എന്തായാലും ഞാൻ പറഞ്ഞു, ആ വീട് എന്തായാലും മാറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ വീട് മാറി. ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക. കഴിഞ്ഞ ദിവസം അവിടെ അമ്മയും ആ മകനും കൂടെ അവിടെ വന്നിരുന്നു. ഞാൻ ആ തത്തയെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. കാരണം മനുഷ്യരൊക്കെ ആ അമ്മയോടുള്ള ഒരു സ്നേഹബന്ധം ഞാൻ ആലോചിക്കണം. ആ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ തത്തയും ജീവിച്ചിരിക്കട്ടെ എന്ന്. കാരണം അമ്മയുടെ ഏക കൂട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവളില്ലാതെ എനിക്ക് അങ്ങോട്ടും കൂടെ തിരിയാൻ പറ്റില്ല. അവരെല്ലാം അതാണ്. ആ മകനും ഈ തത്തയുമാണ്. 2 മക്കളുണ്ട്. അപ്പം മനുഷ്യർ എവിടെയാണോ അല്ലേ, പിശാചാണെങ്കിലും കൊമ്പനാണെങ്കിലും നമുക്ക് അറ്റാച്ച്മെൻറ്റ്, നമുക്കൊരു തണൽ തോന്നുന്നിടത്ത് നമ്മൾ കയറി പിടിക്കും. ഈ വെള്ളത്തിൽ ഒഴുകി പോകുന്ന ആൾക്കാരെ കച്ചിത്തുരുമ്പ് കണ്ടാലും പിടിക്കുമെന്ന് പറയും. കച്ചിത്തുരുമ്പ് കണ്ടാലും പിടിക്കും, രക്ഷപ്പെടാനെന്നുള്ള വിധത്തിൽ. അപ്പോൾ ഈ അമ്മയോട് ഞാൻ പറയും, ഈ തത്ത എനിക്കൊന്ന് കാണണമല്ലോ. എൻ്റെ മനസ്സിലാക്കില്ല അങ്ങനെ ഒരു തത്തയെ കിട്ടുമോ. അപ്പോൾ ഞാൻ 2 തത്തയെ മേടിച്ച്. എന്നാൽ 2 ദിവസം വെമ്പായത്ത് കൊണ്ടിട്ട്, ഒരു പോലീസുകാരൻ്റെ തത്തയായിരുന്നു. അപ്പോൾ ഈ തത്ത അന്ന ആളിനെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടും ഈ തത്തരകൾ 2 ഒന്നും കഴിക്കൂല, ഒരു ഭക്ഷണവും കഴിക്കൂല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശ്വര, ഞാൻ വഞ്ചിക്കപ്പെട്ടോ. ഞാൻ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച 2 തത്ത 10,000-20,000 രൂപയാണ്. എനിക്ക് ഭയങ്കര സംഘർഷമായി. ഞാൻ ഈ തന്ന ആളിനെ വിളിച്ച് മറ്റേ യഥാർത്ഥത്തിൽ ഇതിനെ വളർത്തിയ പോലീസുകാരൻ അദ്ദേഹം വന്നപ്പോൾ അതുവരെ നിശബ്ദമായിരുന്ന ഈ 2 തത്തകളും ഭഗവാനെ ഞാൻ നടുങ്ങിപ്പോയി. ആ കൂട്ടിനുള്ളിൽ അങ്ങോട്ട് പറക്കുകയും ആ സന്തോഷം അതിൻ്റെ 2 പക്ഷികളാണ് പറക്കുകയും അതിനെ അയാളെ എടുത്ത് 2നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ ആ ചൂടോടുകൂടി ചേർന്നിരിക്കുകയും കണ്ടിട്ട് പുള്ളി പറയുകയാണ്, കുട്ടികളുണ്ടാവും വീട്ടിലെ കുട്ടികൾ, ആ കുട്ടികളോടുള്ള അതിൻ്റെ സ്നേഹമാണ്. അവരെ അടുക്കളയിലൊക്കെ തന്നെത്താൻ വിട്ടേക്കുന്നതാണ്. അപ്പോൾ മനുഷ്യരെക്കാൾ കൂടുതൽ നമ്മളൊരാളെ സഹായിച്ചാൽ അവന് സഹായം മതിയാവുമ്പോൾ പോയിട്ട് നമ്മളെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിക്കും, വേദനിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി വേദനിപ്പിക്കും. ഇതെല്ലാം ചെയ്യും. നമ്മളതങ്ങ് പ്രതീക്ഷ പോയി. പക്ഷേ ഈ 4 ഇരുകാലികളുമായിട്ടുള്ള പക്ഷികൾക്കുമൊക്കെ ഇല്ല, ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ. ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച വന്നു, പിന്നെ ഒരു പൂച്ചയും കൂടെ വന്നു, പിന്നെ ഒരു 3-4-5 പൂച്ചകളായി. ഇപ്പോൾ രാവിലെ ഞാനും ടീച്ചറുമുണ്ട്. ഞാൻ വാതിൽ തുറക്കുമ്പോൾ ഈ പൂച്ചകളെല്ലാം കൂടെ അകത്തോട്ട് കയറും. എന്നിട്ട് നമ്മുടെ കൂടെ വരും പടയായിട്ട്. അവരിങ്ങനെ നോക്കുന്നതും ഒക്കെ കണ്ടാൽ നമുക്ക് ആരുമില്ലാത്തവർക്ക്, സന്താനങ്ങളൊന്നും ഇല്ലല്ലോ, ആരുമില്ലാത്തവർക്ക് ഈ 4 ഒരു സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ പലരും പറഞ്ഞു, ഈ പൂച്ച ഭയങ്കര അലർജിയാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കല്ല, ടീച്ചറിന് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്, ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ അടുപ്പിക്കാൻ പറ്റൂലെങ്കിൽ പോലും ഇത് വന്ന് തളർന്ന് കിടക്കുന്നൊരു അവസ്ഥയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു പൂച്ച, അതിനകത്ത് ഒരു വെള്ള പൂച്ചയുണ്ട്, അത് പാച്ചിയമ്മ എന്നങ്ങാണ്ടാണ് ടീച്ചർ വിളിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ സുദർശന ക്രിയ ചെയ്തപ്പോൾ ശ്വാസം ഇങ്ങനെ വലിക്കുമല്ലോ. ഈ പൂച്ച പോയിട്ട് ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി, അത് ഭയപ്പാടോടുകൂടി നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനുഷ്യന് നമ്മൾ എന്തെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ചാലും, നമ്മൾ ഭക്ഷണം കൊടുത്താലും, അവനെ സഹായിച്ചാലും, അവനെ സ്നേഹിച്ചാലും അവൻ മറന്നുപോകും. എല്ലാം ഇല്ല, ഒരു ചെറിയ ശതമാനം. പക്ഷെ മൃഗങ്ങൾ, നാൽക്കാലികൾ, പ്രത്യേകിച്ച് നായ്ക്കൾ, ഭൈരവന്മാർ,
നമ്മൾ ചിലർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഈ നായ്ക്കൾ മരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, അളകപ്പൻകോട് പോയിട്ട് നായ്ക്കൾ മരിച്ചിട്ടുള്ളവർ വീടിൻ്റെ 4 മൂലയിലെ മണ്ണും മുറ്റത്തിറങ്ങുമ്പോഴുള്ള മണ്ണും എടുത്തുകൊണ്ട് പോയിട്ട് ഈ മൃഗങ്ങളെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അതിൻ്റെ പരിഹാരക്രിയകൾ, ആ ക്ഷേത്രം കുഴിത്തുറയ്ക്കടുത്താണ്, കുഴിത്തുറയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ എങ്ങാനുണ്ട് അളകപ്പൻകോട് ഭൂതത്തൻ ക്ഷേത്രം തന്നെ എന്താണ് പറയുന്നത്, അവിടെ ഞാൻ പോയില്ല, എനിക്ക് പോകണം. പണ്ട് ഞാൻ ഒരു കോഴിയെ കൊന്നിട്ടുണ്ട്, അതിൻ്റെ ദുഃഖം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അപ്പോൾ ആ ഒരു കോഴിയെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോകണം. നമ്മൾ ആരെങ്കിലും നാൽക്കാലിയെ കൊല്ലുകയോ നാൽക്കാലികളെ നശിപ്പിക്കുകയോ ഒക്കെ, ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, എന്നെ നിത്യം വിളിക്കുന്ന ഒരുപാട് പേര് നാൽക്കാലി ദോഷങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ബന്ധനം ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ അവിടെ പോയി കുഴിത്തുറയ്ക്കടുത്ത് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട്, തിരുവനന്തപുരത്തിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര പരിഹാരമാണത്. അവിടെ ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ശാന്തിവിള ദിനേശ്, എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ശാന്തിവിള ദിനേശ് ഒരിക്കൽ ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചു. നിങ്ങളെവിടെ? അങ്ങനെ അറിയാമല്ലോ ശാന്തിവിള ദിനേശ്, എന്നെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യും. നമ്മുടെ നല്ല സുഹൃത്താണ്, കണ്ടിട്ട് കുറേ കാലമായി. എന്നെ വീട്ടിൽ കയറ്റില്ല. എന്നെ വീട്ടിൽ കയറ്റാത്തതിന് ഒരുപാട് കാരണം പുള്ളി പറയുന്നുണ്ട്. ഞാനൊരു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അമ്മ താ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പുള്ളി ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞാൽ വേണ്ട, നിങ്ങൾ എവിടെ നിൽക്കണം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. യഥാർത്ഥത്തിൽ പിതൃക്കളെ കാണാനാവുന്ന ചില ദിവസങ്ങളിൽ, ചില നിമിഷങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു ഊർജ്ജത്തെ കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. നല്ല സുഹൃത്താണ്, എന്നെ ഉപദേശിക്കുകയും ചെയ്യും, ചീത്ത പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണണം. 4-5 ലക്ഷം, എന്നെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ദിഗംബരൻ എഴുതിയ സുനിൽ പരമേശ്വരൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ശാന്തിവിള ദിനേശിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. 4-5 ലക്ഷം പേര് കണ്ടതാണ്. എൻ്റെ അടുത്ത് പറയും, നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ വീഡിയോ 1 ലക്ഷത്തിന് മേലെ പോകുന്നു. നല്ലവനാണ്, പാവമാണ്, എല്ലാം വെട്ടി തുറന്ന് പറയും. സിനിമയിൽ കളങ്കമില്ലാത്ത, മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, സ്ത്രീബന്ധങ്ങളില്ലാത്ത കുടുംബത്തെ സ്നേഹിക്കുന്നതാണ് ശാന്തിവിള ദിനേശ്. ശാന്തിവിള ദിനേശിനെ കുറിച്ച് ആരെന്തെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു വിളിച്ചു, നിങ്ങളെക്കുറിച്ച് ശാന്തിവിള ദിനേശ് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ അയാളെ 4 തെറി പറയാത്തത്? അത് തെറി പറയേണ്ട ആവശ്യമില്ല. ആളെ ശാന്തിവിള പറയുന്ന, ഞാൻ നടൻ ദിലീപിൻ്റെ വിഷയം വിട്ടിട്ട്, അതെനിക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് വിട്ടിട്ട് ബാക്കി ഏത് കാര്യം എടുത്താലും ശാന്തിവിള പറയുന്നത് 99.9% സത്യസന്ധമാണെന്ന് വിശ്വസിക്കാനും അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ശാന്തിവിള വീട് വിൽക്കത്തില്ല, ഏതോ സീരിയലൊക്കെ എടുത്ത് ആരെയും പറ്റിക്കുകയും ചതിക്കുകയും ഒന്നും ചെയ്യില്ല, അസത്യമായിട്ടുള്ള ഒരു കാര്യം പറയില്ല, ഉള്ള സ്റ്റേറ്റായിട്ട് മുഖത്ത് നോക്കി പറയുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കാതെ വന്നപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു. ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ്. ഞാൻ ഈ അളകപ്പൻകോട് ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ വന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സത്യമായ അവസ്ഥ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ വീഡിയോയും കിടപ്പുണ്ട്. ദിഗംബൻ എഴുതിയ സുനിൽ പരമേശ്വരൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് എന്നെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിനകത്ത് ശാന്തിവിള ദിനേശ് എൻ്റെ ആശ്രമം ആക്രമിക്കപ്പെട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരയുന്നത് ഉൾപ്പെടെയുള്ളത് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടാൽ, പ്രേക്ഷകർ കണ്ടാൽ അത് മനസ്സിലാവും. അത് കേസ് നടക്കുകയാണ്, വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ കേസ് പറയാം. ജയവും പരാജയവും ഒന്നും എൻ്റെ വിഷയമല്ല, പക്ഷേ ഞാൻ പോരാടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ കടബാധ്യത കൊണ്ട് പ്രശ്നമായിട്ട് നിൽക്കുകയാണ് സുനിലെ എന്നേ വിളിക്കുള്ളൂ. വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, അച്ഛനും അമ്മയ്ക്കൊന്നും വിളിക്കണില്ലല്ലോ, സ്വാമിയെന്ന് വിളിക്കും, പണ്ടും സുനിലെന്ന് വിളിക്കുള്ളൂ, ഇപ്പോഴും സുനിലെന്ന് വിളിക്കുള്ളൂ. എനിക്ക് അതിനോട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വീടൊന്ന് വിറ്റ് തരണം, വീടൊന്ന് വിൽക്കാൻ എന്താ മാർഗം? അപ്പോൾ എനിക്ക് അത് പിടികിട്ടി. ഞാൻ കാന്തല്ലൂർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാന്തല്ലൂർ ആശ്രമത്തിൻ്റെ മുകളിലത്തെ നിലയിൽ എൻ്റെ മുറിയിൽ ഞാനിങ്ങനെ ഇരിക്കുവാണ്, ഉച്ച സമയം അങ്ങാണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശാന്തി, നിങ്ങൾ ഒരു നാൽക്കാലിയെ വളർത്തിയിരുന്നു, മകനെ പോലെ സ്നേഹിച്ച് വളർത്തിയത്, നെഞ്ചോട് ചേർത്ത് വളർത്തിയത്, അങ്ങനെ ഭക്ഷണം കൊടുത്തത്, സ്നേഹിച്ച് അവനെ ഒരു മൂത്ത സന്താനത്തെ പോലെ അല്ലെങ്കിൽ ഇളയ സന്താനത്തെ പോലെ നിങ്ങൾ വളർത്തിയെടുത്ത ഒരു നായെ, ഒരു ഭൈരവനെ, ഞങ്ങൾ ഭൈരവൻ ഉപാസകർ ഭൈരവൻ എന്നാണ് പറയുന്നത്, ഭൈരവനെ നിങ്ങളെ വീടിൻ്റെ തെക്കേ മൂലയിൽ എങ്ങനെ അടക്കം ചെയ്തു? മനുഷ്യനെ ദഹിപ്പിക്കുന്ന പോലെ, മനുഷ്യനെ അടക്കം ചെയ്യുന്ന പോലെ നിങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. ഞാൻ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ്. മക്കളെ പോലെ തന്നെ വളർത്തിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ മകനേക്കാൾ ഒരുപടി സ്നേഹം കൂടുതലാണ് കൊടുത്തിട്ടുള്ളത്. അവൻ മരിച്ചപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. അവനെ ഞാനൊരു മനുഷ്യൻ അടക്കുന്ന പോലെ അവനെ അടക്കം ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് എവിടെയാണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഈ വീട് വിട്ടു പോകാൻ ആ ഭൈരവൻ്റെ ആത്മാവ് സമ്മതിക്കില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ, അങ്ങനെ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങൾ എന്നെ അന്ധവിശ്വാസിയാണെന്ന് പറയാം, വിശ്വാസമില്ലാത്തവനാണെന്ന് പറയാം, പക്ഷേ ഒരു നായുടെ ആത്മാവ് നിങ്ങൾ ആ വീടിനെ ഇങ്ങനെ ബന്ധിച്ചേക്കുകയാണ്. പോവില്ല, വിറ്റുപോകില്ല. അദ്ദേഹം ആ സ്ഥലം കണ്ടുപിടിച്ചു, അളകപ്പൻകോട് ഭൂതത്താൻ ക്ഷേത്രം. അവിടെ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും, ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത് പറയുന്നത് എന്നെ നിത്യം വിളിക്കുന്ന പലർക്കും ഇത് ഉപകാരപ്രദമായതുകൊണ്ടാണ് ഞാൻ ഇതൊന്നുകൂടെ പറയുന്നത്. നിങ്ങൾ ഈ കുഴിത്തുറയ്ക്കടുത്ത്, തിരുവനന്തപുരത്ത് ഇറങ്ങിയ കുഴിത്തുറയ്ക്കടുത്തുള്ള അളപ്പൻകോടെന്നാണ് ഒരു ഭൂതത്താൻ ക്ഷേത്രമാണ്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞു കേട്ട അറിവുള്ളൂ, ഞാൻ പോയിട്ടില്ല. എന്തായാലും ഞാൻ പണ്ടൊരു കോഴിയെ കൊന്നിട്ടുണ്ട്. അതിൻ്റെ ദോഷം തീർക്കാൻ ഞാൻ ടീച്ചറോട് അവിടം വരെ ഒന്ന് പോകണം. പോയി അവിടെ ഒരു കോഴിയെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വീടിൻ്റെ 4 മൂലയിലെ മണ്ണും മുറ്റത്തെ ഒരു മണ്ണും കൊണ്ട് ഒരു തേങ്ങ എന്തോ ഈ മൃഗങ്ങളെ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ദോഷപരിഹാരങ്ങൾ നമ്മുടെ ഒരുപാട് സാമ്പത്തിക പ്രശ്നത്തിനും മാനസിക പ്രശ്നത്തിനും പൂർവ്വജന്മദോഷം, ഒരുപാട് നായ്ക്കളെ പിതൃക്കളെ പോലെ തന്നെ മനുഷ്യൻ്റെ ആത്മാക്കളത്തെ പോലെ തന്നെ നാൽക്കാലികളുടെ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയാൽ വളരെ മാറ്റം ഉണ്ടാവും. വളരെ വളരെ മാറ്റം ഉണ്ടാവും. ഈ പശുക്കളെ നമ്മൾ കാളക്കുട്ടിയാണല്ലോ, നമ്മൾ കാളക്കുട്ടിയെ വിൽക്കാൻ കൊടുക്കും, വെട്ടാൻ. എന്ന് പറഞ്ഞാൽ പാല് കുടിച്ച് പാല് കറക്കുന്ന കാലത്തിൽ നല്ല കാളക്കുട്ടികളായിരിക്കും. ഇങ്ങനെ ഓടിക്കളിക്കുന്ന പ്രായത്തിൽ ഇറച്ചി വെട്ടുകാരന് കൊടുത്തു കളയും. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ശാപമുണ്ടല്ലോ. നമ്മളെ യഥാർത്ഥത്തിൽ പശുക്കളെ വളർത്തണമെങ്കിൽ ആ കുട്ടിയും അമ്മയായിട്ടുള്ള അതിനെ വളർത്തി ഒരു ഘട്ടമാകുമ്പോഴത്തേക്ക് അതിനെ വല്ല അമ്പലങ്ങളിലും കൊടുക്കണം. ഈ വെട്ടാൻ കൊടുക്കുന്ന, കൊല്ലാൻ കൊടുക്കുന്നുണ്ടല്ലോ, വലിയ ആപത്താണ്. നമുക്കത് എത്ര പേരുടെ എൻ്റെ മുമ്പിൽ വരുമ്പോൾ പലരുടെയും പരിഹാരങ്ങൾ ഞാൻ എടുക്കുമ്പം നമ്മളെ ഈ പണ്ടത്തെ ഹൈന്ദവ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് നായന്മാരുടെ കുടുംബങ്ങളിൽ പശുക്കളില്ലാത്ത കുടുംബങ്ങളില്ല. ഈ പശുക്കളെ വളർത്തിയിട്ട് ഇതിനെ നേരെ ചൊവ്വേ നോക്കാതെ, അതിനെ ശുചീകരിക്കാതെ, നല്ല വൃത്തിയായിട്ട് കുളിപ്പിക്കാതെ, അതിന് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കാതെ അതിങ്ങനെ നിലവിളിക്കും. ഇല്ലെങ്കിൽ അതിനെ കറവക്കാരൻ വരുന്ന സമയത്ത് പശു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും നിർത്തിയിട്ട്, ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷേ പൂർവ്വജന്മമല്ല പൂർവികമായിട്ടുള്ള ചില പല കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പം അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളുണ്ടല്ലോ, നിസ്സാര കാര്യങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ അതുകൊണ്ടാണ് പൂർവ്വജന്മം നോക്കുമ്പം ആദ്യം നോക്കുന്നത് നാൽക്കാലികളുടെ വിഷയം. അതിനോടൊപ്പം നോക്കുന്ന കാരണം നാഗങ്ങളെ അടിച്ചു കൊന്നിട്ടുണ്ടോ, നാഗങ്ങളെ അഗ്നിക്കിരയാക്കിയിട്ടുണ്ടോ, ആ രണ്ടിനും പരിഹാരം ഉണ്ടായാൽ തന്നെ സന്താനങ്ങളെ അനുഭവിക്കാനുള്ള യോഗങ്ങൾ വളരെ പ്രധാനമായിട്ട് വരും. വളരെ വളരെ കാര്യമാണ് ഇത് നമ്മളെ പഠനങ്ങളാണല്ലോ എല്ലാം. ശരിക്കും പറഞ്ഞാൽ എല്ലാം പഠനങ്ങളാണ്. ഇപ്പോൾ ജ്യോതിഷ പണ്ഡിതനടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് രാശി വെച്ച് രാശി ഇന്ന ഇന്ന ഗ്രഹങ്ങളൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഇന്ന ദോഷങ്ങളൊക്കെയാണ്, നിങ്ങൾ പോയി പരിഹാരം ചെയ്തോളൂ. അതൊന്നും ഏക്കൂലാന്ന് ഞാൻ 100% പറയാം. നിങ്ങളുടെ പൂർവികമായിട്ടുള്ളതും പൂർവ്വജന്മത്തിലെയും ദോഷങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ പൂർവ്വ നാൽക്കാലികളുടെയും നാഗങ്ങളുടെയും പരിഹാരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മനുഷ്യൻ്റെ ദോഷങ്ങൾക്ക് പരിഹാരം എടുക്കാൻ പറ്റുള്ളൂ. അമ്മയെ ചവിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അഹങ്കാരം കൊണ്ട് ചവിട്ടിയത്. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല. കാരണം ഒറ്റ മകൻ, ബാക്കിയെല്ലാം പെൺകുട്ടികൾ. ഈ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇവൻ വിവാഹവും കഴിക്കൂല. ഈ അമ്മയുടെ പണം മുഴുവൻ എടുത്ത് മദ്യപിച്ച് നല്ലവണ്ണം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചതാണ്, പക്ഷേ ഒരു ജോലിക്കും പോകില്ലാതെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അമ്മ എന്നെ വിളിച്ച് പറയും, സ്വാമി എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവൻ്റെ അവസ്ഥ എന്താണ്, ഇവൻ എങ്ങനെ ആയിത്തീരും? ഞാൻ പറഞ്ഞു, ഇത് മകനാണ്, കള്ളും കുടിച്ച് ഇവനേതോ കല്യാണം എല്ലാം ഉറപ്പിച്ച് കല്യാണ സമയമായപ്പോൾ ഇവൻ പറഞ്ഞ്, ആ പെണ്ണ് പറഞ്ഞ് ഇവനെ എനിക്ക് വേണ്ടാന്ന്. കാരണം കള്ളു കുടിച്ചിട്ട് തലേദിവസം രാത്രി അവളെ ചീത്ത വിളിച്ചു. അവൾ പറഞ്ഞു, ഈ കൗടിയനെ എനിക്ക് വേണ്ടാന്ന്. എല്ലാം തീരുമാനിച്ച് ആ ഭക്ഷണം വരെ ഉണ്ടാക്കിയതാണ്, ആ കല്യാണം വേണ്ടാന്ന് വെച്ചു. പിന്നെ പെണ്ണുങ്ങളോടെല്ലാം വെറുപ്പ്. അവൻ അമ്മയെ ചവിട്ടി. ഒരു കാല് പറഞ്ഞാൽ വിശ്വസിക്കൂ, അവൻ്റെ ആ കാലിൽ മന്ത്രരോഗം വന്നു. അവൻ്റെ 2 വിരൽ അവൻ്റെ എലി നിളകിപ്പോയി. എന്നിട്ട് അമ്മ ഹൃദയം പൊട്ടി എന്നോട് പറയുകയാണ്, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ സ്വാമി അവനെ രക്ഷപ്പെടുത്താൻ? ഇതാണ് മാതാവ്. ഞാനൊരു കവിതയെക്കുറിച്ച് പറയുമല്ലോ. ഒരുത്തൻ അമ്മയെ കൊന്നിട്ട് അവൻ്റെ ഹൃദയം എടുത്തോണ്ട് ഓടുകയാണ്. അമ്മയുടെ ഹൃദയവും ഒരു ഇംഗ്ലീഷ് പോയമാണ്. ആ ഹൃദയം എടുത്തോണ്ട് ഓടുമ്പോൾ അവൻ തട്ടി വീണ് അവൻ്റെ ഹൃദയം തെറിച്ചു പോകും. തെറിച്ചു പോകുമ്പം ആ ഹൃദയം അവനോട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് വേദനിച്ചോ എന്ന്. അതാണ് അമ്മയെക്കുറിച്ചിട്ടുള്ള ആ അമ്മയെ. അതുപോലെ അമ്മ എന്ന് പറയുന്ന 2 അക്ഷരം ആ അമ്മയുടെ അവൻ ജനിച്ച ആ ഗർഭപാത്രത്തിലേക്ക്, അവൻ്റെ ഉദരത്തിലേക്ക് ചവിട്ടിയതാണ്. ആ ചവിട്ടിയ അവൻ്റെ 2 വിരലങ്ങ് ഇളകിപ്പോയി. അവൻ്റെ കാലിൽ മന്ത്രരോഗം വന്നു. ആ രോഗത്തിന് ചികിത്സയുണ്ടോ എന്നാണ് ഈ അമ്മ എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, അമ്മ എന്തൊരു മനുഷ്യസ്ത്രീയാണ്, നിങ്ങൾ മനുഷ്യസ്ത്രീയാണ്. ഈ ചെറുക്കൻ നിങ്ങളെ ചവിട്ടി കള്ളും കുടിച്ച് നിങ്ങളെ ഉപദ്രവിച്ച്, എന്നാലും എൻ്റെ മകനല്ലേ സ്വാമി, അവൻ ആള് പാവമാണ്, അവൻ കുടിച്ചു കഴിയുമ്പോൾ അവന് ലക്കും ലകാനും ഇല്ല. അമ്മ എന്ന് പറയുന്നതിന് അമ്മയെ ചീത്ത പറയുന്നവരുണ്ട്,
അമ്മയെ തല്ലുന്നവരുണ്ട്, അമ്മയെ നോക്കാത്തവരുണ്ട്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് പേരുടെ കഥകൾ എൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു 3 ദിവസം മുമ്പ് ഒരു അമ്മ എന്നെ വിളിച്ച്, മക്കൾ, ഞാൻ ചോദിക്കട്ടെ, ഈ ചില അമ്മമാർ പെശക് തന്നെയാണ്. സ്വന്തം ഭർത്താവിനെ നോക്കാത്ത, സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാത്ത, ഭർത്താവിൻ്റെ സ്വത്തും പണമൊക്കെ ഇഞ്ഞ് വാങ്ങിക്കും, എല്ലാം ഭർത്താവിൻ്റെ എല്ലാം ഇഞ്ഞ് വേണം. ഈ വാർദ്ധക്യ കാലത്ത് ഉണ്ടാക്കുന്ന പണം ഇഞ്ഞ് പോട്ടെ, പക്ഷേ ഭർത്താവെന്ന് പറയുന്ന ഒരാളിനെ തൊടാൻ പറ്റില്ല. ഇത് വേറെ തൊടുവൊന്നും വേണ്ട, ആ മനസ്സോട് സ്നേഹത്തോടൊരു വാക്ക് പറയാനോ ഒരു ഭക്ഷണം എടുത്ത് കൊടുക്കാനോ പറ്റാത്ത എത്രയോ സൊസൈറ്റി അമ്മമാരെ നല്ല പോലെ അറിയാവുന്ന ഒരാളാണ്. പിന്നെ ഇവരൊക്കെ ഏതെങ്കിലും സ്വാമിമാരുടെ പിടിയിൽ പോയി പെടും. ഇവർ സ്വാമിമാർ പറയാം, നിങ്ങളുടെ ഭർത്താവ് ശരിയല്ല, നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനത്തവനാണ്, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ്. ആ അന്ധതയിലേക്ക് പോയി വീണ് കഴിഞ്ഞാൽ ബാക്കിയൊന്നും പ്രശ്നമില്ല. വീട്ടിൽ വിളക്ക്, നിങ്ങളെന്നോ ഒരു വിളക്ക് കത്തിക്കണ്ട, വിളക്കിനെ തലയിരിച്ച് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന പൈസയും പിടിച്ച് പറഞ്ഞുകൊണ്ട് ഈ സ്വാമിമാരെ എനിക്ക് ഒരുപാട് പേര് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്ധതയിൽ പോയി വീണു പോകും. അന്ധതയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ മെഞ്ഞാന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, എന്താണ് ജ്യോതിഷന്മാരെ ഞാൻ ചീത്ത പറയുന്നു, സ്വാമിമാരെ ചീത്ത പറയുന്നു. നല്ല സ്വാമി 80%, 85% ആത്മീയതയിൽ സത്യസന്ധമായി യാത്ര ചെയ്യുന്ന, ആത്മീയത നന്നായിട്ട് അതിൻ്റെ ചിട്ടകൾക്കനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു 4-5% ആൾക്കാർ അവരുടെ വരുമാന മാർഗം. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരനെ ഒരു 3-4-5 വർഷത്തിന് മുമ്പ് എന്നെ കാണാനായിട്ട് വന്നിരുന്നു. എൻ്റെ ശിഷ്യനാവണമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാൾക്ക് വേദമന്ത്രങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനോ ഉപാസന കൊടുക്കാനോ അല്ലെങ്കിൽ ശിഷ്യനാക്കാനോ ഉള്ള ജ്ഞാനം എനിക്കില്ല. എനിക്കില്ലല്ലോ. ഇപ്പം നമ്മളൊരു ഉപാസകനാണ് എന്ന് വിചാരിച്ച് എനിക്ക് ജ്യോതിഷം പറഞ്ഞു കൊടുക്കാൻ, അവൻ്റെ കാതിൽ അവൻ്റെ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവൻ എന്ത് യോഗമാണുള്ളത്, അവൻ്റെ പൂർവ്വജന്മം അനുസരിച്ച് അവന് ഉപാസന സ്വീകരിക്കേണ്ടതായിട്ടുള്ള ജ്ഞാനമുള്ളവനാണോ, ആ ഉപാസന അവനെ നിലനിർത്താൻ പറ്റുന്നതാണോ, അതോ പകുതിയാവുമ്പോൾ കളഞ്ഞിട്ട് പോകുന്നതാണോ, അവൻ ഉപാസകനാകാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഇതിപ്പോൾ ഫോണിൽ കൂടെ ഉപാസന പറഞ്ഞു കൊടുക്കുക, ഈ മന്ത്രം ജപിച്ചോളൂ, എങ്ങനെ നിങ്ങൾക്ക് ഉപാസന കിട്ടി, അത് മറ്റേ ഇന്ന സ്വാമി ഫോണിൽ കൂടെ ഇത് ജപിച്ചോളാൻ പറഞ്ഞു. എന്തൊരു അബദ്ധമാണ്. ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീയുടെ യൂട്രസ് അടിച്ചു പോയി. എവിടെയാണ് പ്രത്യങ്കര ജപിക്കുന്നത്. ഞാൻ എന്തിനാണ് അത്, മരുമോള് ശരിയല്ല, അവക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അവസാനം ഞാൻ ആർക്കും പണി കിട്ടി, എനിക്ക് തന്നെ കിട്ടി. ഞാൻ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ യൂട്രസ് അത് പോയി. പ്രത്യങ്കര ജപിക്കാൻ വാർത്താളി, മേളാമുഖി, ചിന്നമസ്ത എന്നൊക്കെ പറയുന്ന വലിയ ദേവതകളെ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അവരെ ആ യൂട്യൂബിൽ കൊടുക്കുമ്പോൾ അതിനകത്തൊരു ബീജാക്ഷരം മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. ഇതെടുത്ത് വെച്ച് ജപിക്കും, അവരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു നുള്ള ഭസ്മം എടുത്തൊരു കുങ്കുമം പിടിച്ചു വെച്ചുകൊണ്ട് അവിടെ നശിച്ചു പോട്ടെ, എൻ്റെ മകൻ്റെ ഭർത്താവാണ്, എൻ്റെ മകനെയും കൊണ്ട് പോയവനാണ്, നശിച്ചു പോയെന്ന് ജപിച്ച് എല്ലാം. ഇതുകൊണ്ട് ഈ യൂട്യൂബിനകത്തുനിന്ന് കിട്ടുന്ന ഉപാസനകളും യൂട്യൂബിലെ മന്ത്രങ്ങളും നിങ്ങൾ ദൈവത്തെ ഓർത്ത് സ്വീകരിക്കരുത്. അത് അബദ്ധമാണ്. അത് ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ടാക്കും. ഉപാസന സ്വീകരിക്കുന്നതിനൊരു മാർഗമുണ്ട്. നല്ല ഉപാസന സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വജന്മം ആത്മീയമായി, പിന്നെ ഭാര്യയും കുടുംബമൊക്കെ മക്കളെ പെണ്ണിനെയും കല്യാണം കഴിച്ച് 2-3 കുട്ടികളും ഉണ്ടാക്കിയിട്ട് ഉപാസന സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ വായിച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ പിടികിട്ടും. ഒന്ന്, ഈ ആത്മീയത എന്ന് പറയുന്ന അഗ്നിയാണ്, അത് ചുട്ടു ചാമ്പലാക്കി കളയും. നമുക്ക് സന്ധ്യയ്ക്കൊരു വിളക്ക് കത്തിച്ച് നമുക്ക് നാമനാമം ജപിക്കാം, അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ല ഞാനിപ്പോൾ നാളെ താടിയും മുടിയൊക്കെ വളർത്തി സ്വാമിയെ പോലെ ഇല്ല ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരവസ്ഥകളെല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാന കാലമാണ്. ഈ അവസാന കാലത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കടന്നു വന്ന ഒരുപാട് വഴികൾ അല്ലേ, ഒരുപാട് കടന്നു വന്ന വഴികളല്ല എത്ര ഭീകരമായിരുന്നു, എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്, എങ്ങനെയാണ് കാന്തല്ലൂരിലെ ഉഗ്രപ്രത്യങ്കരാ ദേവിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്, എങ്ങനെയാണ് ആശ്രമം ഇനി ആർക്കാണ് നമുക്കറിഞ്ഞൂടാ, ഇതൊക്കെ ആര് നടത്തിക്കൊണ്ടു പോകും അതും അറിഞ്ഞൂടാ. പക്ഷെ അവിടെ ഒരു സത്യമുണ്ട്, നമുക്കിരിക്കാനുള്ള സമാധി മണ്ഡപം, നമ്മൾ മരിച്ചാൽ നമ്മളെ ദഹിപ്പിക്കേണ്ട സ്ഥലം, നമ്മളെ ഇരിക്കേണ്ട സ്ഥലം, എങ്ങനെയാണ് ഇരുത്തേണ്ടതെന്ന് വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അപ്പോൾ ടീച്ചറെ കേൾക്കണത് ഇഷ്ടമല്ല, ടീച്ചർ അതൊന്നും പറയാനും നമുക്കൊന്നും സമ്മതിക്കില്ല, ഇതൊന്നും പറയുന്നത്. സ്വാമി എന്തിനാണ് മരണത്തെക്കുറിച്ച് പറയുന്നത്? മരണമാണ് ശാശ്വതമായ സത്യം. ഒരാൾ ജനിച്ചാൽ അത് ഉറപ്പിച്ചു പറയാൻ ഒറ്റ കാര്യമുള്ളൂ, അത് മരണമാണ്. നിനക്ക് അത് സംഭവിച്ചിരിക്കും. നിനക്ക് കോടീശ്വരനാവാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. നീ ഭാഗ്യം കൊണ്ട് നീ പ്രശസ്തനും ധനവും സമ്പത്തും കീർത്തിയും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ അവൻ്റെ പൂർവ്വജന്മം അനുസരിച്ചാണ് വരുന്നത്. പക്ഷേ നീ മരണം എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള സത്യം, ആ മൃത്യു നിൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച്, നിൻ്റെ പൂർവ്വജന്മം അനുസരിച്ചും നിൻ്റെ ഈ ജന്മത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ചും നിനക്ക് എങ്ങനെയാണ് ശാന്തമായി ഭഗവാനിൽ മോക്ഷപ്രാപ്തി ലഭിക്കാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ചിന്ത നമുക്ക് ഓർമ്മിക്കുമ്പോൾ ഇല്ലേ, നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയ എത്രയോ പേരുണ്ട്.
അല്ലേ? നമ്മൾ 10 വർഷം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് നമുക്ക് ഇത്ര കോടി രൂപ കിട്ടും, ഇത്ര ലക്ഷം രൂപ കിട്ടും, ബാങ്കിൽ ഇൻഷുറൻസ് ഇതായി നമുക്ക് ഇത്ര രൂപ കിട്ടുമെന്ന് ചിന്തിക്കാൻ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. നമ്മളെ തോന്നലാണ്. ഭഗവാൻ നിശ്ചയിച്ച സമയമുണ്ട്, അല്ലേ? ചിത്രഗുപ്തൻ പേജിങ്ങനെ മറിക്കും, സുനിൽ പരമേശ്വരൻ വയസ്സ് 64, ഇന്നത്, ഇന്ന ആള്, ഇന്ന സമയം, ഇന്നത്, അവൻ്റെ പൂർവ്വജന്മ കർമ്മഫലം മറിച്ച് നോക്കുമ്പോൾ ഇതനുസരിച്ച് അവനിതാ ഇങ്ങനൊരു ബന്ധവും കൂടി വന്നിട്ടേ അവനിത് പാടുള്ളൂ. അപ്പോൾ എന്നാൽ ഒരു പേജ് മറിച്ച് അടുത്ത പേജിൽ എഴുതിയിടും. നമ്മുടെ റേഷൻ കടയിൽ പോയാൽ ഇങ്ങനെ പേജ് മരിച്ച് തുപ്പലിട്ട് പഴയ റേഷൻ കടയിൽ നമ്മൾ പേരെഴുതി വെച്ചിട്ട് ഡേറ്റും തീയതിയും ഒക്കെ ഇട്ട് ഒപ്പിട്ട് തരില്ലേ റേഷൻ കാർഡ്, അതുപോലെ ഒരു റേഷൻ കാർഡ് എല്ലാ മനുഷ്യനും ഉണ്ട് ചിത്രഗുപ്തൻ്റെ കയ്യിൽ. ആ കാർഡിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് നീ ഈ നിമിഷം ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഈ നിമിഷം നീ ജീവിക്കൂ. നാളത്തെ സുഖകരമായ സ്വപ്നലോകത്തേക്ക് നീ കടന്നു പോകാതെ ഈ നിമിഷം നിനക്ക് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ നീ മറ്റുള്ളവൻ്റെ ദുരന്തങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം തലയിലേന്തി നീ ആ ഒരു ഭാരം നിൻ്റെ തലയിലേക്ക് എടുക്കാതെ നിനക്ക് ഈ നിമിഷം മുതൽ സന്തോഷിച്ച് സന്തോഷങ്ങൾ കൊണ്ടും ആ സന്തോഷത്തിലൂടെ നിനക്ക് അടുത്ത നിമിഷത്തിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമുക്ക് ഉത്തമമായിട്ടുള്ള ദൈവഹിതമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. നാളെ സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഇന്നൊരുത്തനെ ദ്രോഹിക്കാനോ നാളെ നമുക്ക് കുറേ പണം കിട്ടുമെന്ന് വിചാരിച്ച് ഇന്ന് കുറേ സമ്പാദിച്ചു കൂട്ടാനോ ഒക്കെ നിന്നാൽ അതൊന്നും അനുഭവിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരുവിധ ഉറപ്പുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സമൂഹത്തിലെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അവിട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. ഇന്ന് ചതയം നക്ഷത്രമാണ്. എനിക്ക് ചതയം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പെൺകുട്ടി വളരെ ദുഃഖാർത്ഥമായിട്ട് എന്നെ വിളിച്ചിരുന്നു. അവൾ ചതയം നക്ഷത്രമാണ്, അവളുടെ ഭർത്താവാണ് ചതയം. ചതയം നക്ഷത്രത്തിൽ പിറന്നതുകൊണ്ട് നിങ്ങൾ ചതഞ്ഞു പോകും, നിങ്ങൾ ചതയം നക്ഷത്രമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, നിങ്ങൾ ചതയം നക്ഷത്രമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കില്ലായിരുന്നു, നിങ്ങൾ ചതഞ്ഞ് കിടക്കുന്ന മനുഷ്യനാണ്, നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ബിസിനസ്സിനകത്തൊരു തകർച്ച ഉണ്ടായപ്പോൾ ഈ ഭാര്യ കൊച്ചിനെ എടുത്തോണ്ട് പോയി കളഞ്ഞു. അയാളുടെ ജീവിതകാലത്തുണ്ടാക്കിയ സകല സ്വത്തുക്കളും അവൾ അനുഭവിക്കാനായിട്ട് ഇപ്പോൾ കോടതിയിൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടേക്കുവാണ്. അങ്ങനെ എല്ലാ നക്ഷത്രങ്ങളും തന്നെ നല്ല നക്ഷത്രങ്ങൾ തന്നെയാണ്. അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു നക്ഷത്രം കൂടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അഭിജിത്ത് ജനിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അനന്തപത്രത്തിൽ പുതിയ ദിഗംബരൻ ജനിച്ചേക്കണ അഭിജിത്ത് എന്ന് പറഞ്ഞ നക്ഷത്രത്തിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. അതൊരു വേറൊരു നക്ഷത്രമാണ്. അനന്തൻ ആയില്യം നക്ഷത്രത്തിൽ. ഇത് ദിഗംബരൻ്റെ ഒരു ജന്മാംശം ഞാൻ കൊണ്ടുവന്നിട്ട് അഭിജിത്ത് എന്ന് പറഞ്ഞ നക്ഷത്രത്തിലാണ് ജനിച്ചേക്കുന്നത്. ചതയം നക്ഷത്രക്കാരെ മോശമായിട്ട് കാണരുത്. വളരെ ഭാഗ്യമുള്ള പ്രശസ്തിയുള്ള സമ്പത്ത് വന്നു ചേരുന്ന അപ്രതീക്ഷിതമായിട്ട് ധനയോഗമുള്ള ഒരുപാട് ദുരന്തങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരുമെങ്കിൽ പോലും വളരെ ഗുണകരമായിട്ടുള്ള വളരെ ആത്മീയ ചിന്തയുള്ള ആത്മീയമായ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ് ചതയം. ഈ വരുന്ന 30 ദിവസത്തേക്ക് ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കടബാധ്യതകളുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. കടബാധ്യത ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയണം, കടബാധ്യത ഞാൻ തരാം, എനിക്ക് സമയം തരണം, ഞാൻ കുറച്ച് മോശാവസ്ഥയിലാണ്. കോടതി നിയമവ്യവഹാരങ്ങളിൽ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും കോംപ്രമൈസ് തീർക്കുന്ന വളരെ നല്ലതാണ്. തലയ്ക്ക് പെരുപ്പുണ്ടെങ്കിലോ പ്രഷർ കൂടുതലുണ്ടെങ്കിലും പ്രഷറുള്ളവർ ചതയ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം. പ്രഷർ, ഉദരരോഗം, ഉദരത്തിന് പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. വേറെ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറുതായിട്ടുള്ള ആരോഗ്യപരമായ കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ. പൂർവ്വജന്മ ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്നത് നിങ്ങൾ പശുക്കളും നാൽക്കാലികളും ഉള്ള സ്ഥലത്തേക്ക് ചെന്ന് കയറി കൊടുക്കരുത്. അത് ആക്രമിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 30 ദിവസത്തേക്ക് നാൽക്കാലികളുമായിട്ടുള്ള ബന്ധം ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.